അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസിൻ്റെ 2F ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക, ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് 2F വെച്ച് കഴിഞ്ഞു, കോൺവെക്സ് ലെൻസിന് മുമ്പിലുള്ള 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റേസ് കോൺവെക്സ് ലെൻസിലേക്ക് പോകുന്നു. അവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. അതായത് ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോവുക. അതിനുശേഷം ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കാണുന്ന ലൈനോ അത് റിഫ്രാക്ഷൻ നടക്കാതെ പോകുന്നു. അപ്പോൾ രണ്ടും കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ല, അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. അതെവിടെയായിരിക്കും? കോൺവെക്സ് ലെൻസിൻ്റെ മറുപുറത്തുള്ള 2F ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോൺവെക്സ് ലെൻസിൻ്റെ 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ മറുപുറത്തുള്ള അതർ സൈഡിലുള്ള 2F ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജ് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? തലകീഴായതായിരിക്കും. പിന്നെ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് ആയിരിക്കും. യഥാർത്ഥ ഇമേജ് ആയിരിക്കും, അതായത് സെയിം സൈസ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F. അതായത് 2Fൻ്റെയും Fൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, പ്രിൻസിപ്പൽ ഓപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കടന്നു പോകും. അതേപോലെ നമ്മുടെ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് കൂടി കടന്നു പോകുന്ന ലൈന് എന്ത് ചെയ്യുന്നു? റിഫ്രാക്ഷൻ നടക്കാതെ പോകുന്നു. അപ്പോൾ അവർ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുക. അതെവിടെയാണ്? അപ്പുറത്തെ സൈഡിൽ, അതായത് ലെൻസിൻ്റെ മറുപുറത്തുള്ള 2Fൻ്റെ അപ്പുറമായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് 2Fൻ്റെയും Fൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? അതേ ലെൻസിൻ്റെ അപ്പുറത്തെ സൈഡിൽ മറുപുറത്തുള്ള 2Fൻ്റെ അപ്പുറം ബിയോണ്ട് 2F ആണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ഇമേജ് ബിയോണ്ട് 2F ആണ്. എങ്ങനെയായിരിക്കും? മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് ആയിരിക്കും കിട്ടുക, റിയൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും.